സൗദി അറേബ്യയിൽ നിന്നും പ്രവാസികളെ തേടി പുതിയ വാർത്ത. സൗദിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാൻ മന്ത്രിസഭാ യോഗം നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. ശേഷം ആഭ്യന്തര മന്ത്രാലയവും മുനിസിപ്പൽ ഗ്രാമ മന്ത്രാലയങ്ങളും അന്തിമ വ്യവസ്ഥകൾക്ക് രൂപം നൽകുകയും ചെയ്തു. വ്യവസ്ഥകൾ പൂർണ്ണമായി സ്ഥാപനങ്ങൾക്ക് വരുന്ന ജനുവരി 1 മുതൽ ലൈസൻസിന് അപേക്ഷ നൽകാം. നഗരസഭകൾക്കും ബലദിയകൾക്കുമാണ് അപേക്ഷ നൽകേണ്ടത്. ലൈസൻസിന് പ്രത്യേക ഫീസ് നൽകണം. എന്നാൽ ഫാർമസി, മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ലൈസൻസിനായി തൊഴിലാളികളുടെ ജോലി സമയം സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിക്കണം. പ്രത്യേകിച്ചും സ്ഥാപനങ്ങളിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകളോടെയാണ് സ്ഥാപനങ്ങൾക്ക് 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നൽകുക. പുതിയ തീരുമാനം രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും സാമ്പത്തിക മേഖലയിൽ ഉണർവുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നിലവിൽ വൻകിട സ്ഥാപനങ്ങൾക്ക് കർശനമായ വ്യവസ്ഥയ്ക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് അനുവദിക്കുന്നുണ്ട്. ഏതായാലും പുതിയ തീരുമാനം സൗദിയെ സംബന്ധിച്ച്, തൊഴിലന്വേഷകരെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്ന, ഉണർവ് നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ സേവനത്തിനായി ജോലിക്കാരെ ആവശ്യം സ്വാഭാവികമായും ഉണ്ടാകും. കൂടുതൽ ഷിഫ്റ്റുകളിൽ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ വരുന്നതോടുകൂടി പ്രവാസികളെ സംബന്ധിച്ചും ഇത് കൂടുതൽ ആശ്വാസം പകരുന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിനായി ഒരുങ്ങിയിരിക്കുന്നവർക്കും പ്രവാസ ലോകത്ത് ഏതെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ഈ വാർത്ത സൗദി അറേബ്യ നടപ്പാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ തൊഴിൽ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് സൗദിയിലെ തൊഴിൽ അന്വേഷകരും നിലവിൽ തൊഴിൽ ചെയ്യുന്നവരും തൊഴിൽ ദാതാക്കളും അടക്കം കണക്ക് കൂട്ടുന്നത്. ഏതായാലും വലിയൊരു ചുവടുവയ്പ്പാണ് സൗദി പുതിയ വർഷം മുതൽ 2020 മുതൽ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. പ്രവാസി വാർത്ത.